Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. The hidden truths about you. നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. നിങ്ങൾ ഇതുവരെ നിങ്ങളിൽ കണക്ട് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കാം, അത് നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് ആയിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷൻ ആയിരിക്കാം, പേർപ്പസ്. സോ എന്താണ് ഇതുപോലെ നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോളിന്റെ ഇന്റൻഷൻ ഓർ നിങ്ങളുടെ ഒരു ഹിഡൻ ടാലൻസ്, നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ആസ് യൂഷ്വൽ ഇവിടെ 3 ഗ്രൂപ്പാണുള്ളത്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. ഓൾറൈറ്റ്. സോ ഈ 3 പിക്ചറിൽ ഏതിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, നിങ്ങളത് ചൂസ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ഓൾറൈറ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് നമ്പർ 1. Hey, group number 1, the hidden truth about you. എന്താണ് നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ, ഒളിഞ്ഞിരിക്കുന്ന ടാലന്റ്, നിങ്ങളുടെ ഒരു ഒളിഞ്ഞിരിക്കുന്ന സ്വഭാവം, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ വളരെ ഫ്രീ സ്പിരിറ്റ് ആയിരിക്കാം. ഓക്കെ, വളരെ ഫ്രീഡം വേണ്ട ആളുകളാണ്. അത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ഓർ ചില ആളുകൾ അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് വേണ്ട ഒരു ഫ്രീഡം പല പ്ലേസിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. എസ്പെഷ്യലി നിങ്ങൾക്കൊരു ടാലന്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല. എക്സ്പ്രസ് ചെയ്യുന്നത് അത് മേ ബി നിങ്ങളുടെ ഉള്ളിലൊരു നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കാം. നിങ്ങൾക്ക് ചെയ്യണം, നിങ്ങൾക്കത് പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് തോന്നുന്ന ചില കഴിവുകളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വലിയൊരു ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ അത് ചിലത് പുറത്തേക്ക് വരുന്നില്ല. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് നല്ല പാട്ട് പാടുന്ന ആളുകളായിരിക്കാം, ആരും ഇല്ലാത്തൊരു പ്ലേസിൽ നിങ്ങൾ വളരെ നന്നായിട്ട് പാടുന്ന ആളുകളായിരിക്കാം, ഡാൻസ് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള കഴിവുകൾ നിങ്ങൾ കാണിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ പുറത്തേക്ക് വരുന്ന സമയത്ത്, ആളുകളിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പബ്ലിക് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, സോ നിങ്ങളുടെ സോളിന് നല്ല രീതിയിലുള്ള ഒരു ഫ്രീഡം, നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം തോന്നും, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള വലിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രീഡം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക. കാരണം നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് പോകേണ്ട ആളുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം വേണ്ട ആളുകളാണ്. നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹിഡൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അപ്പിയറൻസ് ആണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ശരീരം നോക്കുന്നത് എന്നുള്ളത്. മേ ബി നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, ഓർ നിങ്ങൾക്ക് തോന്നുകയാണ് ചിലത് നിങ്ങൾക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നും തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ സ്വയം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം. ആൻഡ് നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് എന്ന് പറയുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ നിങ്ങൾക്ക് അത്ര ഒരു വലിയൊരു സന്തോഷം ഉണ്ടാവുന്നില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ റീഷേപ്പ് ചെയ്യുന്നത് പോലെ. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ഒരു അപ്പിയറൻസ് ഇതുപോലെ റീഷേപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു വലിയൊരു കഴിവാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വലിയ രീതിയിൽ വെയിറ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റീഷേപ്പിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, നിങ്ങൾ അങ്ങനെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഐ ചാലഞ്ച് യു ദാറ്റ്. ഓക്കെ, കാരണം നിങ്ങൾ അങ്ങനെ അത് മേ ബി നിങ്ങളുടെ ഒരു വലിയൊരു അട്രാക്ഷൻ ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില രഹസ്യങ്ങൾ ആക്ച്വലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുടെ ഒരു നിങ്ങൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി ആയിരിക്കാം, മേ ബി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ലൈക്ക് കളരി ഓർ ഇതുപോലത്തെ എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളായിരിക്കാം, ഡാൻസ്, യോഗ. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് എന്ന് പറയുന്നത് ഒരു ഷേപ്പും ഇല്ലാത്തൊരു കാര്യങ്ങൾ നിങ്ങൾക്കത് ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, ആര് വേണമെന്നുണ്ടെങ്കിലും, മേ ബി നിങ്ങൾ നല്ലൊരു ട്രെയിനർ ആയിരിക്കാം, നല്ലൊരു ഫിസിക്കൽ ട്രെയിനർ ആയിരിക്കാം, ജിം ട്രെയിനർ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് എന്ന് പറയുന്നത് പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ. ഓക്കെ, ചില കാര്യങ്ങൾ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ആർട്ടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, എസ്പെഷ്യലി ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ഒരു മരത്തിന്റെ ഒരു തടി കൊണ്ട് തന്നാൽ നിങ്ങൾ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആക്കി മാറ്റും, ഒരു രൂപമാക്കി മാറ്റാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് ഏത് സിറ്റുവേഷനിലും നിങ്ങൾ റിലേറ്റ് ചെയ്യാം.
ഓക്കെ. സോ അങ്ങനത്തെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു കൈൻഡ് ഓഫ് റെയർ ആയിട്ടുള്ള ഇതുപോലത്തെ സ്കില്ലുള്ള ആളുകളായിരിക്കാം. ഓക്കെ, മെയിൻ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ റീഷേപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു സ്റ്റോൺ കൊണ്ടു തന്നാൽ നിങ്ങളത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളത് റീഷേപ്പ് ചെയ്യും. ചില ആളുകൾ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള പെയിന്റിങ്സ് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മണലിലൊക്കെ ചിത്രം വരയ്ക്കുന്ന ചില ആളുകൾ ഉണ്ടല്ലോ, അങ്ങനത്തെ ലൈക്ക് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ ദാറ്റ്. സോ അങ്ങനത്തെ എന്തെങ്കിലും കഴിവുള്ള ആളുകളാണ്. ഓക്കെ, ചിത്രം വരയ്ക്കാനും ഡിഫറെന്റ് ആയിട്ടുള്ള, ഓക്കെ, നിങ്ങൾ നോർമൽ ഡ്രോയിങ്സ് എന്നല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടാലന്റ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചാലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് സ്വയം ചാലഞ്ച് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് റീഷേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു രൂപം എങ്ങനെ വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും അത് മേ ബി ലൈക്ക് ചില ആളുകൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് വലിയ സന്തോഷമുള്ള ഒരു ശരീര പ്രകൃതിയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ചില ആളുകളെ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന വിധം നിങ്ങൾ റീഷേപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് ചില ആളുകൾക്ക് അത് ഡാൻസ് ഒക്കെ ആയിരിക്കാം. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡാൻസ്, യോഗ, എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ്. യു ക്യാൻ ബി ദ ബെസ്റ്റ് ട്രെയിനർ. ഓക്കെ, നല്ലൊരു ടീച്ചർ ആവാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളും കൂടിയാണ് നിങ്ങൾ. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലെ ഒരു ഹിഡൻ ടാലന്റ് ആണ്. എക്സ്പ്ലോർ ഇറ്റ്. ഫ്രീഡം, there is nothing stopping you. The path is clear if you want it to be. ഓൾറൈറ്റ്, നിങ്ങൾ ആകെ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ഫ്രീഡം ആണ്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കണം. മേ ബി നിങ്ങൾ സെയിം എല്ലാവരും പോകുന്ന ഒരു പാത്തിൽ കൂടെയല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഓൾറെഡി അറിയാം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്കുള്ള കഴിവ് എന്താന്നുള്ളത് അറിയാം, അല്ലെ? സോ മേ ബി ചില ആളെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അല്ലെ? സോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഒരു 100 ആളുകൾ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരേപോലെയാണ് അത് ഡീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിൽ ഡിഫറെന്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്ന ആളാണ്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് സ്വയം കൊടുക്കുന്ന ആളാണ്. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ആയിരിക്കാം. ബോഡി ആർട്ട്, ചില ആളുകൾ നിങ്ങൾ വളരെ നന്നായിട്ട് ബോഡി ആർട്ടൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, ഓർ പഴയകാല ആർട്ടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഓക്കെ, ലൈക്ക് താന്ത്രിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ചില പെയിന്റിങ്സ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തൊക്കെ ഒരു ടാലന്റ് ഉണ്ട്. അവർ വളരെ പുരാതനമായിട്ടുള്ള കാലത്ത് ചെയ്യുന്ന ചില ആർട്ട്, ഡാൻസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഓർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇതുപോലെ നിങ്ങൾക്കുള്ളിൽ തന്നെ അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആരും അറിയാതെ നിങ്ങളത് കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ചാലഞ്ച് ചെയ്യാം. അത് ചില ആളുകൾക്ക് മേ ബി നിങ്ങൾക്കൊരു നല്ലൊരു ടീച്ചർ ആവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം, ലൈക്ക് സ്പീക്കർ. ഓക്കെ, സംസാരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഓർ നിങ്ങൾക്കുള്ള ഒരു ടാലന്റ് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു വലിയൊരു പാഷൻ, ഒരു വലിയൊരു ക്രേവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ഓർ ചില ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ വലിയ രീതിയിൽ ആളുകളൊന്നും കണക്ട് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ലോകത്തിൽ, നിങ്ങളുടേതായിട്ടുള്ള സങ്കല്പത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് അത് നിങ്ങൾ ചാലഞ്ച് ചെയ്യാൻ. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങളത് സക്സസ് ആവും എന്നുള്ളതല്ല, നിങ്ങൾക്ക് അത് ഒരുപാട് ഫെയിം കൊണ്ടുതരുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 1. എന്താണ് നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ്? ചില കാര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ്. ഓക്കെ, സോ അത് എസ്പെഷ്യലി നിങ്ങളുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, അതാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നത്. ഓക്കെ, അത് മാത്രമാണ് നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതല്ല. അത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് അതുപോലെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഹിഡൻ ട്രൂത്ത്, നിങ്ങളുടെ ഒരു ഹിഡൻ സ്വഭാവം എന്ന് പറയുന്നത്, സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം. നിങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആളുകളായിരിക്കാം. സ്നേഹമാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കാം. ഒരു സ്നേഹം, കെയർ എന്നൊക്കെ പറയുന്നത് പല കാര്യങ്ങളും മാറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇറ്റ്സ് അഗൈൻ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും റീഷേപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ,
അതും മേ ബി നിങ്ങളെ ചലഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ചില ആളുകൾ നിങ്ങൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങളുടെ ഒരു സ്നേഹം. നിങ്ങൾക്ക് ചില ആളുകളോട് വലിയ സ്നേഹം ഉണ്ടായിരിക്കണം, പക്ഷെ അത് ഒരിക്കലും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പറ്റില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നത്, അത് മസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫ്രീഡം കൊടുക്കുക. എസ്പെഷ്യലി നിങ്ങൾ ഇതുപോലെ ഒരുപാട് സ്നേഹം മനസ്സിൽ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, ആൻഡ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേറൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ള ആളുകള്, നിങ്ങളുടെ ചുറ്റുപാട് ഒക്കെ നിങ്ങൾ മാറ്റിമറിക്കുകയാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ഇതുപോലത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാം. കാരണം അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് തരുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് ബ്രൈറ്റ്നെസ് കൊണ്ടുവരുന്നുണ്ട്. ഓൾറൈറ്റ്, കം ഔട്ട്, പുറത്തേക്ക് വരാം. നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പുറത്തേക്ക് വരണം. ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, ക്ലിയർ സൈൻ, നിങ്ങൾ സ്വയം നിങ്ങളെ ചലഞ്ച് ചെയ്യണം. ഓക്കെ, നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അത് സക്സസ് ആയിട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റൈറ്റ് ആയിട്ട് ബാലൻസ് ചെയ്യും. അതായത് വളരെ കൃത്യനിഷ്ഠുള്ള ആളുകളാണ് നിങ്ങൾ. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റൈറ്റ് പ്ലേസിൽ കൊണ്ടുവയ്ക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അത് മേ ബി ഒരു ടൈം വരെ മേ ബി നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഇതൊക്കെ ഒന്നുകിൽ നിങ്ങൾക്കത് ജന്മനാ നിങ്ങളത് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങളുടെ ഒരു ശീലമായിട്ട് പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ഓർ ഇത് നിങ്ങളുടെ ഒരു ലൈഫ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളോ, നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്, അവരൊന്നും ഇത്ര പെർട്ടിക്കുലർ ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. മേ ബി ഒരു സമയം വരെ അവരൊക്കെ നിങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലില് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഓക്കെ, നിങ്ങളുടെ ഒരു ഹാബിറ്റിലൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾ അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെല്ലാം ഓർഡർ ആയിട്ട്, നിങ്ങളെല്ലാം അടക്കും ചിട്ടയോടും കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന പേഴ്സൺ ആണ്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു ടാലന്റ് ആണ്, അത് നിങ്ങളുടെ ഒരു സീക്രട്ട് ആണ്. ഓക്കെ, നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ് അത്. നിങ്ങൾ വളരെ പഴക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നുണ്ടായിരിക്കണം എവിടെയെങ്കിലും. ഓക്കെ, അത് ഓർമ്മകളാണെന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ നിങ്ങൾ വളരെ കളക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, പണ്ടെങ്ങാനും യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴും നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകും. ഓരോ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, എസ്പെഷ്യലി ആ ഒരു മെയിൻറ്റെനൻസ്, നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് എന്ന് പറയുന്നത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, ഓരോന്നും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി എക്സെപ്ഷണൽ ആണ്. ഓക്കെ, സോ അത് നിങ്ങളെ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണക്ട് ഇറ്റ്. കാരണം ഇതൊക്കെ നിങ്ങൾ നാച്ചുറലി നിങ്ങൾ കണക്ട് ചെയ്യും. ഓക്കെ, കാരണം ചിലതൊക്കെ നിങ്ങൾ ഓരോ ലൈഫ് സ്റ്റൈൽ, ലൈഫ് സിറ്റുവേഷൻ, ഓരോ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റത്തിൽ നിന്നാണ് നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ, നിങ്ങൾ കൂടുതൽ നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ദി ഹിഡൻ ട്രൂത്ത്സ് അബൌട്ട് യു. പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കാം. മേ ബി ചില ആളുകൾ നിങ്ങൾ വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങളുടെ ലെഗ്, നിങ്ങൾക്ക് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഓർ മേ ബി നിങ്ങളുടെ ഒരു സൈഡിന് മാത്രമായിരിക്കാം ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു സൈഡ്, നിങ്ങളുടെ ഒരു കൈ ഒരു കാലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡിസബിലിറ്റി ഓർ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന എന്തൊരു പ്രത്യേകത, അത് നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഫിസിക്കൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ അതൊരു ചാലഞ്ച് ആക്കിയതിന്റെ അടുത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരുത്തുന്നുണ്ട്. ഓക്കെ, റീഷേപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കുന്ന ചില കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് എസ്പെഷ്യലി നിങ്ങളടുത്ത് ആരെങ്കിലും പറയുകയാണ് നിങ്ങൾക്ക് ചില ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കില്ല, ഈവൻ നിങ്ങൾ വളരെ ഏബിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. മേ ബി നിങ്ങൾ തന്നെ വിചാരിക്കുന്നതായിരിക്കാം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഡാൻസ് കളിക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ഓടാൻ സാധിക്കില്ല, നിങ്ങൾക്ക് സ്പോർട്സിൽ ഇൻവോൾവ് ആവാൻ സാധിക്കില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ ബാലൻസ് ആക്കാൻ സാധിക്കില്ല, എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് ട്രസ്റ്റ് മീ, നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ അതിൽ വളരെ സക്സസ് ആയിട്ട് നിങ്ങൾ വരും. ആളുകൾ നിങ്ങൾ എന്തെങ്കിലും അഗ്രികൾച്ചറൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട്, സുവോളജി, അഗ്രികൾച്ചർ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് നേച്ചറായിട്ട് ചെടികള്, മരങ്ങൾ, നേച്ചറായിട്ട് അല്ലെങ്കിൽ അണ്ടർ ദ സോയിൽ, ഓക്കെ, ഭൂമിയുടെ അടിയിലുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാനും പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള ടാലന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ
പ്രകൃതിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടാവുന്നത് നിങ്ങളുടെ ഒരു ബർത്ത് ടാലന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോളജ് ആണ്, നിങ്ങൾക്ക് അത് നാച്ചുറലി ഉള്ളൊരു കാര്യമാണ്. ഇത് അഗെയിൻ നിങ്ങൾക്ക് അങ്ങനെ ഒട്ടും ഇൻട്രസ്റ്റ് അല്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നേച്ചറിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാം. ഓക്കെ, എസ്പെഷ്യലി ലൈക്ക് മണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള മണ്ണിന്റെ അടിയിലുള്ള ചില കാര്യങ്ങളായിരിക്കാം. അഗെയിൻ നിങ്ങളൊരു ഹിഡൻ ടാലന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹമാണ്. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി, നിങ്ങളുടേതായിട്ടുള്ള യൂണിക് ആയിട്ടുള്ള സ്റ്റൈൽ ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ജസ്റ്റേഴ്സ്, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി, നിങ്ങൾ കണക്ട് ചെയ്യുന്ന രീതി. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് യു ആർ ദ ബെസ്റ്റ് റൊമാൻറ്റിക് പാർട്ട്ണർ. അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കഴിവാണ്. അതുപോലെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഒരു അപ്പിയറൻസ് എങ്ങനെയാണ്, ഓക്കെ, ആളുകൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. കൈൻഡ് ഓഫ് നമ്മുടെ ഒരു അപ്പിയറൻസ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്നേഹം കൊണ്ട്, നേച്ചർ കൊണ്ട് എസ്പെഷ്യലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന കാര്യം പോലും ആളുകളിലേക്ക് ഒരുപാട് എന്താ പറയാ വശീകരിക്കാൻ പറ്റാന്ന് പറയും. ഓക്കെ, നിങ്ങളുടെ ഒരു സ്റ്റൈൽ, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ, കാരണം ചില ആളുകൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളാണ് എല്ലാം, കാരണം നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും ഒരു റിതം ഉണ്ടാവുന്നതാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു കഴിവാണ്. ഏതെങ്കിലും ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ലൈഫ്, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നോക്കുന്ന സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള യൂണിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അഗൈൻ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള വലിയൊരു ബുദ്ധിമുട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ വെറുതെ ഫാന്റസൈസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഇതൊക്കെ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമോ, നിങ്ങൾ അത് എക്സ്പ്രസ് ചെയ്ത് എന്തെങ്കിലും അബദ്ധമായി പോവോന്നൊക്കെ വിചാരിക്കും. എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളായിട്ട് നിൽക്കുക, നിങ്ങളായിട്ട് എക്സ്പ്രസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് വളരെ ഡീപ്പ് ആയിട്ട് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് തോന്നുന്നത്, എക്സ്പ്രസ് ചെയ്യാൻ തോന്നുന്നത്, എസ്പെഷ്യലി ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഓക്കെ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. വളരെ വളരെ ഡീപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും റൊമാൻറ്റിക് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിന്റെ ഒരു റൈറ്റ് ആണ്. ഓക്കെ, അവർ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത് ഹിഡൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫിന്റെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായിട്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ പരീക്ഷിക്കുക എന്ന് മാത്രമല്ല, അത് നിങ്ങൾ സക്സസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരും. കാരണം നിങ്ങൾ ചിലത് വർക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു ടൈമിൽ നിങ്ങളത് വിടുകയാണെന്നുണ്ടെങ്കിലും അഗെയിൻ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യും. അഗെയിൻ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് അത് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യുന്ന ആളുകളല്ല. ഓക്കെ, മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒരേ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ 2 കൈ കൊണ്ട് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഗ്രൂപ്പ് നമ്പർ 1, വാട്ട്സ് യുവർ ഹിഡൻ ടാലന്റ്? അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. നിങ്ങൾ എന്തെങ്കിലും ഗ്രോ ചെയ്യുക, മണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ഓക്കെ, റീഷേപ്പ് ചെയ്യുക, വളർത്തി കൊണ്ടുവരിക, ഡിഫറെന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുക. പരീക്ഷണത്തിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, കാരണം നിങ്ങൾ ഒരാളും പരീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ പരീക്ഷിക്കുന്നുണ്ടായിരിക്കുക. അത് ഈവൻ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിലും, ഓക്കെ, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലും. ഓക്കെ, സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണർക്ക് നിങ്ങൾ ബോർ അടിക്കില്ല. ബിക്കോസ് നിങ്ങൾ കുറെ കാര്യങ്ങൾ, എക്സൈറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യും. നിങ്ങൾ ഇതൊക്കെ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാം. നിങ്ങൾ സ്വയം ചാലഞ്ച് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ചില ആളുകൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ ചില ആളുകൾ ഉള്ളിൽ ആരും ഇല്ലാത്തൊരു പ്ലേസിൽ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഫാന്റസൈസ് ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ അത് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാം. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് റോയൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ, ഓക്കെ, ഓൾഡ് ജനറേഷന്റെ വളരെ പുരാതനമായിട്ടുള്ള ചില കാര്യങ്ങളോടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ താല്പര്യം തോന്നും. മേ ബി അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കണം. മേ ബി നിങ്ങൾ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്നായിരിക്കാം നിങ്ങൾ വരുന്നുണ്ടായിരിക്കുക. ഓർ അഗെയിൻ ലൈക്ക് ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, ഓർ ആന്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങള്, ഓക്കെ, ആന്റിക് ആയിട്ടുള്ള ചില കാര്യത്തിനോടൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ തോന്നാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ് മേ ബി ലൈക്ക് നിങ്ങൾക്ക്
എസ്പെഷ്യലി നിങ്ങളുടെ ഫെമിനിൻ ക്വാളിറ്റീസ് ഒക്കെ ടച്ച് ചെയ്യുന്ന, നിങ്ങളുടെ മാസ്കുലിൻ ക്വാളിറ്റീസ് ഒക്കെ ടച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കണം റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, സോ ആ ഒരു പാരമ്പര്യം മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. പാരമ്പര്യത്തിനോട് ഭയങ്കര അട്രാക്ഷൻ ഉണ്ടാവുന്ന ആളുകളായിരിക്കാം. ടിപ്പ് നമ്പർ 1, your hidden talent. ടിപ്പ് നമ്പർ 1. സോ നിങ്ങളുടെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ജെലസ് ഉണ്ടാവും, അല്ലെ, നമുക്കത് വേണം എന്ന് തോന്നും. പക്ഷെ നിങ്ങൾക്ക് സംഭവിക്കുന്നത്, നിങ്ങൾക്കത് വേണം ബട്ട് ഡിഫറെന്റ് ആയിട്ട് വേണം. ഓക്കെ, സോ നിങ്ങൾ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ മേ ബി കൊണ്ടുവരുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഇറ്റ്സ് റെയർ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് അങ്ങനെ വലിയൊരു രീതിയിലുള്ള ഒരു ജെലസ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് നോക്കാൻ, അവർ അതുപോലെ തന്നെ ലൈഫിലേക്ക് വേണം എന്ന് തോന്നുന്നതൊക്കെ നിങ്ങൾക്ക് വലിയ റെയർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. പൊതുവെ നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത ആളുകളായിരിക്കാം. കാരണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വേൾഡിൽ നിൽക്കുന്ന ആളുകളാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു മനോരാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ സോളിന്റെ ഒരു ഹിഡൻ ട്രൂത്ത് ആണ്. ഓക്കെ, നേച്ചറാണ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, സോ കാരണം നമ്മൾ ഓരോ ലൈഫ് സിറ്റുവേഷനിലാണ് നമ്മൾ കൂടുതൽ നമ്മൾ എന്താണ് നമ്മളുടെ ഒരു നേച്ചർ എന്താന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കി വരുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചില ആളുകളുടെ ലൈഫിൽ എന്തെങ്കിലും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലെ വേണം എന്ന് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ അട്രാക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഹാബിറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് ബ്രേക്ക് ചെയ്യുക. കാരണം ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ അങ്ങനെ എല്ലാവരും പോകുന്ന ഒരു ലൈഫ് സിറ്റുവേഷനിൽ കൂടെ, അല്ലെങ്കിൽ എല്ലാവരും പോകുന്നത് പോലെയല്ല നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കൊണ്ടുപോവുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വലിയൊരു ജലസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ലൈഫിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ആ ഒരു സിറ്റുവേഷനിൽ സന്തോഷമായിട്ടിരിക്കില്ല. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ജലസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ സ്വയം നിങ്ങളിൽ ചാലഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്ഷമ നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ക്ഷമ, കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് എത്ര സമയം എടുത്താലും എത്ര ദിവസം എടുത്താലും അത് പരീക്ഷിച്ച് അത് ഡിഫറെന്റ് ആയിട്ടുള്ള ആംഗിൾസ് നോക്കി ഡിഫറെന്റ് ആയിട്ട് അത് അപ്രോച്ച് ചെയ്ത് അത് വെയിറ്റ് ചെയ്ത് അതിൽ ഗ്രോത്ത് നിങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഉള്ളിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് ഏത് ഏരിയാസിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു നിങ്ങളുടെ കണ്ണ് എന്തിന്റെങ്കിലും മേലെ അങ്ങനെ പതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാതെ നിങ്ങൾ അത് നിർത്തില്ല. ഓക്കെ, and നിങ്ങൾ അത് സക്സസ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരും ചെയ്യും. കാരണം ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുരാതനമായിട്ടുള്ള ചില കഴിവുകളുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ജന്മന ഉണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ എസ്പെഷ്യലി ലൈക്ക് എങ്ങനെ ചില കാര്യങ്ങളെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നിങ്ങളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു കാര്യം വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, അത് എങ്ങനെയെങ്കിലും ലൈക്ക് നിങ്ങളായിട്ടൊന്നും ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് യു ആർ എ ബോൺ മാനിഫെസ്റ്റേഴ്സ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക, കണക്ട് ചെയ്യാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഗ്രൂപ്പ് നമ്പർ 2, ദ ഹിഡൻ ട്രൂത്ത് അബൌട്ട് യു. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രത്യേകത? ഹിഡൻ സിറ്റുവേഷൻ, ഹിഡൻ നേച്ചർ. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ വളരെ കാം, വളരെ പീസ്ഫുൾ, ഓർ നിങ്ങളെ കാണുന്ന നിങ്ങളുടെ ഒരു അപ്പിയറൻസ് മേ ബി അങ്ങനെ ആയിരിക്കാം. ഓക്കെ, വളരെ പീസ്ഫുൾ ആണ്. നിങ്ങളെ കാണുന്നത് തന്നെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം. നിങ്ങളുടെ ചില ഫീച്ചേഴ്സ് ആയിരിക്കാം, കണ്ണ്, മൂക്ക്, നിങ്ങളുടെ ചിരി, നിങ്ങളുടെ ലിപ്സ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലായിരിക്കാം നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കുക. നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടേ ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, നിങ്ങളുടെ ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൾച്ചറിന്റെ ഒരു ബിലീഫ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക. സോ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലായിരിക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നല്ലൊരു ഹീലർ ആണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങളുടെ ഒരു
എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു ഹിഡൻ ട്രൂത്ത് ആയിരിക്കാം. മേ ബി അത് ഇതുവരെ നിങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഓരോ സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. സോ നിങ്ങൾക്കൊരു ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്കൊരു ബ്രേക്ക് വേണം, അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുക്കി വെക്കും. ഓക്കെ, അവിടെ ആർക്കും നിങ്ങളിലേക്ക് അലൗഡ് ആയിരിക്കില്ല. ഓക്കെ, നിങ്ങൾ ആരിലേക്കും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ എവിടെയാന്നുള്ളത് ചില ആളുകൾക്ക് ചില സമയത്ത് ഒരു ഐഡിയ ഉണ്ടാവില്ല. ആൻഡ് ഓൾ ഓഫ് സഡൻ നിങ്ങൾ പ്രിപ്പയർഡ് ആവുന്ന സമയത്ത്, നിങ്ങൾ മെന്റലി, ഇമോഷണലി, ഫിസിക്കലി പ്രിപ്പയർഡ് ആവുന്ന സമയത്തായിരിക്കാം നിങ്ങൾ വീണ്ടും ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരിക. വീണ്ടും നിങ്ങൾ റീകണക്ട് ചെയ്യുക. സോ നിങ്ങളൊരു ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല. ചില സമയത്ത് നിങ്ങൾക്ക് ഒരു ഇൻട്രോവേർട്ടിന്റെ നേച്ചർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ചില സമയത്ത് നിങ്ങൾ വളരെ സോഷ്യൽ ആവുന്ന ആളുകളുമാണ്. ഓക്കെ, ചില സമയത്ത് നിങ്ങൾ വളരെ കൂടുതൽ കണക്ട് ചെയ്യുന്ന ആളുകളുമാണ്. പൊതുവെ നിങ്ങൾ സൈലന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങൾ അധികം സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ നേച്ചർ, നിങ്ങൾ യൂസ് ചെയ്യുന്ന കളേഴ്സ്, ഓക്കെ, കാരണം നിങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക. ചില ആളുകൾ നിങ്ങളെ കാണുന്ന സമയത്ത് വിചാരിക്കും നിങ്ങൾ നോർമൽ അല്ല എന്ന് വിചാരിക്കും. ഓക്കെ, കാരണം അവർ ചെയ്യുന്നത് പോലെയല്ല നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. എസ്പെഷ്യലി നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊന്ന് റിലേറ്റ് ചെയ്യാം. നിങ്ങളിടുന്ന ചില കളേഴ്സ് ആയിരിക്കാം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ചില കളേഴ്സ്, നിങ്ങൾ ഡ്രസ് ആയിരിക്കാം. ഓക്കെ, സോ ആളുകള് അവരുടെ ഒരു കോംപ്ലക്ഷന്, അവരുടെ ഒരു ശരീരപ്രകൃതിക്ക് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടായിരിക്കാം അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് ആ ഒരു ഗട്ട് ഫീലിങ്സ്, ആ ഒരു കറേജ്, ആ ഒരു ഡിഫറൻസ് ആക്ച്വലി നിങ്ങളുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. ഓക്കെ, ഓർ നിങ്ങൾ അങ്ങനെ വരേണ്ട ആളുകളുമാണ്. ഓക്കെ, സോ ചില ആളുകൾ ഇത് നിങ്ങളെ സ്വയം ചാലഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കാം. നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹിഡൻ നേച്ചർ അങ്ങനെയാണ്. സോ അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ലൈഫിന്റെ എന്ത് സിറ്റുവേഷനിലും കൂടെ പോകുന്ന സമയത്തും എത്ര വിഷമിപ്പിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾക്ക് ഒരു മുറിവുണ്ടായാൽ പോലും കുറച്ച് സമയം നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, നിങ്ങൾ വീണ് പോകും, നിങ്ങൾ സ്റ്റക്കായി പോകും. പക്ഷെ നിങ്ങൾ സ്വയം നിങ്ങളെ റീബിൽഡ് ചെയ്യുന്നത് നിങ്ങളുടെ വലിയൊരു പ്രത്യേകതയാണ്. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ അത് റെയർ ആയിട്ട് അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതി, നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ സ്വയം നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങളൊരാൾക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള നോളജ് ഉള്ള ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളായിരിക്കാം ചില ആളുകൾ. ഓക്കെ, വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള, നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കാം. മേ ബി നിങ്ങൾ എംഫാസ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സെൻസ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓർ നിങ്ങൾക്ക് അങ്ങനത്തെ വിഷൻസ് ഉണ്ടായിരിക്കാം. ചില ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള വിഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആവും. കാരണം നിങ്ങൾ ചില ആളുകളുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ എനർജി, അവരുടെ ഫീലിങ്സ് നിങ്ങൾക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. ചില പ്ലേസിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ പ്ലസന്റ് ആയിട്ട് തോന്നും, ചില സമയത്ത് വലിയൊരു നെഗറ്റീവ് ആയിട്ട് തോന്നും. സ്പെഷ്യലി നിങ്ങൾ ആളുകളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരാളുടെ സങ്കടം കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചില കാര്യങ്ങള് നിങ്ങളുടെ എനർജിയും ഒരുപാട് പെട്ടെന്ന് ഡ്രെയിൻഡ് ആക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓൾ ബിക്കോസ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു എംപാത്തറ്റിക് നേച്ചർ നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഇൻട്രോവേർട്ട് ആയിട്ട് തോന്നുന്നത്, വളരെ ഇങ്ങനെ ഉൾവെലിഞ്ഞ് നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. ബട്ട് നിങ്ങൾ അങ്ങനത്തെ ആളുകളല്ല, നിങ്ങൾ സോഷ്യൽ ആവുന്നുണ്ട്. ഓക്കെ, സോഷ്യലി കണക്ട്, മേ ബി നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് വേണം, എന്നാലും നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള പ്ലേസിലാണ് നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. ഓൾറൈറ്റ്, സോ ഡിഫറെന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു സോളിന്റെ പ്രത്യേകത, നിങ്ങളുടെ ഒരു ഹിഡൻ ട്രൂത്ത് എന്ന് പറയുന്നത്, നിങ്ങള് റിലേഷൻഷിപ്പിലാവുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. അത് മേ ബി നിങ്ങൾ ഡിഫറെന്റ് റിലീജിയനോ ഡിഫറെന്റ് കൾച്ചറിനോ മാരീഡ് ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നതായിരിക്കാം, അല്ലെങ്കിൽ നോർമലി ചില ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യാത്തതോ അല്ലെങ്കിൽ ചെന്നെത്താത്തതോ ആയിട്ടുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അവിടെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങള്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് മാത്രമാണ് അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുക. സോ അത് എല്ലാവർക്കും അത് കണക്ട് ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. സോ അതുപോലെ യൂണിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്
സൈക്കിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ചില ആളുകളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ആളുകളൊക്കെ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കാരണം നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സോളിന് ആ ഒരു പ്രത്യേകത ഉണ്ടാവുന്നുണ്ട്. സോ അതാണ് മേ ബി ലൈക്ക് നിങ്ങൾ ചില പ്ലേസിൽ പോകുന്ന സമയത്ത് ഇതിനു മുൻപ് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇവിടേക്ക് നിങ്ങൾ നിന്നിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം. ഓക്കെ, എസ്പെഷ്യലി ഒരു പഴയ പ്ലേസിലൊക്കെ പോകുന്ന സമയത്ത്, ചില ടെമ്പിൾസിൽ പോകുന്ന സമയത്ത്, ചില തറവാടുകളിലൊക്കെ പോകുന്ന സമയത്ത്, ചില ആളുകളെ കാണുന്ന സമയത്ത്, പഴയ ആളുകളെ കാണുന്ന സമയത്ത് ഒക്കെ നിങ്ങൾക്ക് വലിയ ഹോം ഫീലിങ്സ് തരുന്ന കാര്യമാണ്. ഓക്കെ, ഒരു സുരക്ഷിതത്വം തോന്നുന്ന ഒരു കാര്യങ്ങളാണ് നിങ്ങൾക്ക്. ഓക്കെ, കാരണം നിങ്ങളുടെ സോളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ വളരെ പഴയ സോൾ ആയിരിക്കണം. ഓക്കെ, ഓൾഡ് സോൾ. ഡീപ് ഇൻ യുവർ ഹാർട്ട് you already know the answer. Do what feels right. Alright, exactly. Group number 2, നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത്. കാരണം ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിന് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, നിങ്ങളുടെ ഒരു ഫീലിങ്സിന് മാത്രമേ അറിയുള്ളൂ. ആൻഡ് അഗെയിൻ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില ആളുകൾ, റിലേഷൻഷിപ്പ്, അത് നോർമലി എല്ലാ ആളുകൾക്കും മനസ്സിലാക്കിക്കൊള്ളാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. ഓക്കെ, സോ ചില സ്പെഷ്യൽ കണക്ഷൻസ് ഒക്കെ നിങ്ങളുടെ സോളിന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾക്കത് ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡെഫിനറ്റ്ലി നിങ്ങളത് ഫോളോ ചെയ്യുക. ആൻഡ് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകളാണ്. സോ അതുകൊണ്ടാണ് ചില ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട ആൻസർ, നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ഒരു നല്ലൊരു അഡ്വൈസ് കൊടുക്കാൻ വേറൊരാൾക്കും സാധിക്കില്ല. നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കി സിറ്റുവേഷൻസ് ചെയ്തു കൊടുക്കാൻ വേറൊരാൾക്കും സാധിക്കില്ല. ഓക്കെ, എല്ലാ ആളുകളുടെ കാര്യത്തിലും അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്കൊരു വലിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി, എത്ര സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മാറി നിൽക്കേണ്ട പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിട്ടു നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ സ്ലോലി നിങ്ങളെ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, സോ അതാണ് നിങ്ങൾ നാച്ചുറൽ ഹീലർ ആണെന്ന് പറയുന്നത്. ഓക്കെ, പൊതുവെ നിങ്ങൾ ആളുകളുടെ സഹായങ്ങളൊക്കെ എടുക്കാന്നുള്ളത് വളരെ കുറവായിരിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, വാട്ട്സ് യുവർ ഹിഡൻ ട്രൂത്ത്? ഗ്രൂപ്പ് നമ്പർ 2, എസ്പെഷ്യലി നിങ്ങൾ ഡിഫറെന്റ് കൾച്ചറിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സോൾ ആണെന്ന് കൺഫേം ചെയ്യുന്ന ചില രഹസ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കൾച്ചറിലുള്ള ആളുകൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിന്നുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നമ്മൾ പറയില്ല, ചില ആളുകളെ കാണുന്ന സമയത്ത് വേറെ കൺട്രിയിലുള്ള ആളെ പോലെ തോന്നുന്നു എന്ന് പറയുമല്ലോ, അല്ലെ, നീ ശരിക്കും ഈ ഒരു ഫാമിലിന്ന് തന്നെ ഉള്ളതാണോ എന്നൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ഡിഫറൻസ് ഉള്ള ആളുകളാണ് നിങ്ങൾ. ഓക്കെ, സോ നിങ്ങളുടെ രൂപസാദൃശ്യം നിങ്ങളുടെ ഫാമിലി എന്നുള്ള ആളുകളുടെ അടുത്ത് നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കാം. നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കൂടുതലുള്ള ആളുകളുടെ അടുത്ത് നിന്നൊക്കെ വിട്ടു നിർത്തുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, the hidden truths about you. നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു അമ്മയായിരിക്കാം. ഓക്കെ, നല്ലൊരു സ്ത്രീ, നല്ലൊരു അമ്മ, നല്ലൊരു ഫെമിനൻ നേച്ചർ ഉള്ള, അത് ഈവൻ ലൈക്ക് നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിലും, ചില ആളുകൾ നിങ്ങൾ മെയിൽ ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള നേച്ചർ നിങ്ങൾക്ക് ഹൈലി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫെമിനൻ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ നടത്തം, നിങ്ങളുടെ സംസാരം, അല്ലെങ്കിൽ ആ ഒരു ഒറ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ചില ആളുകൾ ഉണ്ടാവും. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് അവർ മെയിൽ ആയിരിക്കാം, പക്ഷെ അവരുടെ ഒരു ഫെമിനൻ ഫീച്ചേഴ്സ്, ഫെമിനൻ നേച്ചർ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അല്ലെ, വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനത്തെ എന്തൊക്കെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളൊരു മെയിലാണ്, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ട്, അതിലൊന്നും നിങ്ങളൊരു തെറ്റായിട്ട് നിങ്ങൾ കാണാതിരിക്കാം. ഓക്കെ, അതായിരിക്കും മേ ബി നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. മേ ബി നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആയിരിക്കാം, നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ജെൻഡറിനോട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യത്തിനോടായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു വലിയൊരു പ്രത്യേകത, ഹിഡൻ ആയിട്ടുള്ള ഒരു ട്രൂത്ത്, ഹിഡൻ ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫെമിനൻ നേച്ചർ ആണ്. നിങ്ങളുടെ ഒരു മദർലി എനർജി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഒരു ഫെമിനൻ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ നല്ലൊരു അമ്മയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു പാരന്റ് ആയിരിക്കും, നിങ്ങൾ നല്ലൊരു വൈഫ് ആയിരിക്കും, നിങ്ങൾ നല്ലൊരു ഹ്യൂമൻ ആയിരിക്കും. ഓക്കെ, ആളുകൾ നിങ്ങളെ വളരെ പ്ലസന്റ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. ഏറ്റവും
ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനിലായിരിക്കാം ആളുകൾ നിങ്ങൾ കാണുന്നുണ്ടാവുക. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കാം പുറമേ നിങ്ങൾ കാണിക്കുന്നുണ്ടായിരിക്കാം. ഈവൻ നിങ്ങളുടെ ബിഹൈൻഡ് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷനും നിങ്ങളുടെ ലൈഫിലെ എന്ത് സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിലും അത് സഹിക്കാനുള്ള, അത് സോൾവ് ചെയ്യാനുള്ള, അത് എത്ര സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് ബെയർ ചെയ്യാനും സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നല്ലൊരു പ്രൊട്ടക്ടർ ആണ്, നല്ലൊരു ഗിവർ ആണ്. ഓക്കെ, സോ നല്ല രീതിയിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും നല്ല രീതിയിൽ നിങ്ങൾ സോഷ്യലി ഇൻവോൾവ് ആവുന്ന ആളുകളുമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ പൊതുവെ കുറച്ച് ഉൾവെളിഞ്ഞ് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളെ ചലഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആളുകളിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ്. കാരണം മേ ബി നിങ്ങൾ എന്തെങ്കിലും പബ്ലിക് ഫിഗർ ആയിരിക്കാം, മോഡലിംഗ്, ഓക്കെ, ഓർ എന്തെങ്കിലും സ്റ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള, സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓർ നിങ്ങൾ ഡെഫിനറ്റ്ലി അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ചെയ്യും. ഓക്കെ, അത് നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് ആണ്. സോഷ്യലി കണക്ട് ചെയ്യുക എന്നുള്ളത്, ആളുകളുടെ അത്ര ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്. ഓക്കെ, എസ്പെഷ്യലി മീഡിയ, ക്യാമറ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം മേ ബി നിങ്ങൾ. അല്ലെങ്കിൽ ഇതിനോടൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കാം. മേ ബി ഇത് നിങ്ങളുടെ ഒരു പാഷൻ ആയിരിക്കാം. ഓക്കെ, മോഡലിംഗ്, എസ്പെഷ്യലി മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകള്, ആക്ട്രസ്, ഈ കലാപരമായിട്ടൊക്കെ നിങ്ങൾക്ക് ടാലന്റ് നാച്ചുറലി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, ആക്ടിങ്, മോഡലിംഗ്. ഗ്രൂപ്പ് നമ്പർ 2, വാട്ട്സ് യുവർ ഹിഡൻ ടാലന്റ്? ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ഒരു ഹിഡൻ ട്രൂത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനോടുള്ള നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ, ആൻഡ് നിങ്ങൾ വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വയം നിങ്ങൾ ചലഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അഡ്വഞ്ചർ, യാത്ര ചെയ്യുക, എസ്പെഷ്യലി സോളോ ആയിട്ട്. ഓക്കെ, കാരണം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ പെർഫോം ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്ന കാര്യം, പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു റോൾ എന്ന് പറയുന്നത് അവിടെ വേറൊരാളും ഇല്ല. നിങ്ങളുടെ ലൈഫിന്റെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം. മേ ബി നിങ്ങൾ സിംഗിൾ പാരന്റ് ആയിരിക്കാം. അത് മേ ബി നിങ്ങളുടെ ലൈഫ് ഇന്റൻഷൻ ആണ്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളൊരു സിംഗിൾ പാരന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ട്. ഓർ മേ ബി നിങ്ങൾ സോളോ ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സോളോ ട്രാവലർ, ഒറ്റയ്ക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. അത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. അത് നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് ലൈഫ് മിഷൻ ആണ്, ഓർ ലൈഫ് ഇന്റൻഷൻ. ഓക്കെ, ഓർ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണ്. സോ നിങ്ങളത് മസ്റ്റായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങളത് വളരെ നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഒരു വലിയൊരു ക്രൗഡ് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളാണ്. എസ്പെഷ്യലി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മീഡിയ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത്ര അറ്റൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ലൈബി നിങ്ങൾ ആങ്കർ ആയിരിക്കാം. നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഫൈനാൻഷ്യലി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഓർ നിങ്ങളുടെ ഒരു എനർജി, മണി എനർജി എന്ന് പറയുന്നത് പോലെ, ഇപ്പം നമ്മൾ ക്യാഷിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത്, പണത്തിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കണക്ട് ചെയ്യുക മഹാലക്ഷ്മിനെയാണ്, അല്ലെ? സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ ബൈ ബർത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പണം കൊണ്ട് യാതൊരു പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ എത്ര ദാരിദ്ര്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചലഞ്ച് ചെയ്യണം. മസ്റ്റായിട്ട് നിങ്ങൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. കാരണം അവിടെ ഒരു ലിമിറ്റ് ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഓർ നിങ്ങൾക്ക് എത്ര ഏൺ ചെയ്യണം, നിങ്ങൾ ഏൺ ചെയ്യാന്ന് മാത്രമല്ല, നിങ്ങളത് ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യലി ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാത്സിലൊക്കെ നിങ്ങൾ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അക്കാഡമിക്കലി ഈവൻ നിങ്ങൾ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കുള്ള നോളേജ്, ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. അത് സ്പിരിച്വൽ ആയിട്ടുള്ള നോളേജ് ആണെന്നുണ്ടെങ്കിലും അക്കാഡമിക്കൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ തന്നെ നോളേജ് ഉണ്ട്. നിങ്ങൾ ചലഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുക, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു ആൻസർ കിട്ടും. ആൻഡ് ജസ്റ്റ് കമ്പയർ ചെയ്യുക അതിനെപ്പറ്റി മറ്റുള്ള ആളുകൾ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത്. സോ ചിലത് നിങ്ങൾക്ക് വലിയ സെയിന്റ് ആയിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, വലിയ വലിയ ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും അതേ തോട്ട്സ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതൊക്കെ നിങ്ങളുടെ ഒരു പ്രത്യേകതയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് നിങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഓക്കെ, സോ
അൺസ്റ്റോപ്പബിൾ. നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില സങ്കടമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, ഓർ എപ്പോഴും നിങ്ങൾക്കൊരു കൈൻഡ് ഓഫ് ഇൻകംപ്ലീറ്റ്നെസ് മേ ബി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ, ഈവൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, എന്തൊക്കെ സന്തോഷമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിലും, ചിലത് നിങ്ങൾക്കൊരു എന്താ പറയാ, നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം മിസ്സായിട്ട് ഒരു കൈൻഡ് ഓഫ് സങ്കടപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യം, പക്ഷെ നിങ്ങൾക്ക് മേ ബി അതിന്റെ ഒരു റീസൺ അറിയുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്തായിരിക്കാം നിങ്ങളത് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻഡിപെൻഡൻസിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ ഒരു ടൈം വരെ നിങ്ങൾക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, നിങ്ങൾക്ക് വലിയൊരു സ്ട്രഗിൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കാം. ഓക്കെ, പുറത്തേക്ക് വരാൻ, ആളുകളായിട്ട് ജെല്ലാവാനും, നിങ്ങൾ ചില കാര്യങ്ങൾക്ക് കണക്ട് ചെയ്യാനും. ഓക്കെ, സോ ഒരു ടൈം വരെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പോവാന്നുള്ളതല്ല, സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അത് മേ ബി നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഒരു ടൈം വരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുത്തുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇൻക്രെഡിബിൾ ആണ്. ഓക്കെ, നിങ്ങൾ ലൈഫിൽ എടുക്കുന്ന ചില ചാലഞ്ച്, അഡ്വഞ്ചർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഓക്കെ, ഓർ നിങ്ങൾക്ക് കിട്ടുന്ന സൈക്കിക് മെസ്സേജ് ഓർ സൈക്കിക് ഗൈഡൻസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഇൻക്രെഡിബിൾ. ഓക്കെ, മേ ബി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സൈക്കിക് ടാലന്റ് ഉള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ എത്തേണ്ടതായിട്ടുള്ള നിങ്ങളുടെ പാത്ത് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. നിങ്ങൾ എത്തേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സോ അതിലേക്കൊക്കെ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരു ടൈം വരെ, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവണം നിങ്ങളുടെ ലൈഫിലൊക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നിങ്ങൾ ആക്ച്വലി നിങ്ങളെ റീബിൽഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങളുടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു നഷ്ടത്തിൽ നിന്നാണ്. ഓക്കെ, കാരണം അതൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു ട്രൂത്ത് ആണ്. ഓക്കെ, കാരണം അവിടെ നിന്നാണ് നിങ്ങളുടെ ഒരു സ്വഭാവത്തില്, നിങ്ങളുടെ ഒരു ആക്ഷനില്, നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ദ ഹിഡൻ ട്രൂത്ത് അബൌട്ട് യു. അഗൈൻ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങളുടെ ഒരു ഹിഡൻ എബിലിറ്റി ആണ്. ഓക്കെ, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ നോളേജ്, മെയിൻ ആയിട്ട് നിങ്ങളുടെ നോളേജ്, നല്ലൊരു ഗുരു ആണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന് അത്ര ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ലൈഫിന്റെ ഒരു ടൈം വരെയുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾ എസ്പെഷ്യലി ലൈക്ക് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ടൈം വരെ വളരെ ഉൾവെലിഞ്ഞ് നിന്നിട്ടുള്ള ആളുകളായിരിക്കാം. ഒരു വരെ നിങ്ങളുടെ ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു ഭാവം സങ്കടം മാത്രമായിരിക്കാം. പക്ഷെ നിങ്ങൾ എങ്ങനെ അതിനൊക്കെ ഒരുപാട് ചേഞ്ച് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ എസ്പെഷ്യലി അപ്പിയറൻസിൽ, കാരണം പല കാര്യങ്ങളും നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ ആണ് മറ്റുള്ള ആളുകളിലേക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഷൻ മാത്രമാണ് ആളുകളിൽ കാണുന്നത്. അതൊക്കെ നിങ്ങൾ സ്വയം ഒരു ടൈമിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചില ചാലഞ്ച് ആണ്. ഓക്കെ, നിങ്ങളുടെ പാർട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ നിങ്ങളുടെ ഒരു കണക്ഷൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അതിന് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവണമെന്നില്ല, പക്ഷെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന, ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഡിവൈൻ്റെ അടുത്ത് കൂടുതൽ കണക്ട് ചെയ്യാന്ന് പറയല്ലോ. ദൈവത്തിന്റെ അടുത്ത് സംസാരിക്കുന്ന ചില ആളുകളുണ്ട്, അല്ലെ, അല്ലെങ്കിൽ അങ്ങനത്തെ സൈക്കിക്കലി കണക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ലൈറ്റ്, സൺ, മൂൺ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ചില ആളുകളുണ്ട്. ആൻഡ് യു ആർ വൺ ഓഫ് ദം. മേ ബി നിങ്ങൾ ബോൺ ഇൻ 19 ജനിച്ചിട്ടുള്ള ആളുകളായിരിക്കാം, 9, 19th, 21 ഒക്കെ ജനിച്ചിട്ടുള്ള ആളുകളായിരിക്കാം, ഓർ 7th ജനിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, ഓർ ജൂലൈ മന്ത്. ഓക്കെ, so that's the message group number 2. Hope you like this reading. Let's move to group number 3 now. Hello group number 3. The hidden truth about you. നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച്, നിങ്ങളുടെ ബർത്തിനെ കുറിച്ചിട്ടുള്ള ഹിഡൻ ട്രൂത്ത്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഗ്രൂപ്പ് നമ്പർ 3,
സോ ഈ ഒരു ബേർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എസ്പെഷ്യലി നിങ്ങളുടെ ബേർത്തിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ബേർത്തിൽ നിങ്ങൾ പല സിറ്റുവേഷനും അല്ലെങ്കിൽ നിങ്ങളൊരു പല കാർമിക് സിറ്റുവേഷനും ഓർ നിങ്ങളുടെ സോൾ എന്താണോ ഇത്ര കാലമായിട്ട് ഇത്ര ജന്മത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, എത്തിച്ചേരേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ഈ ഒരു ബേർത്തോട് കൂടി നിങ്ങൾ പല കാര്യങ്ങളും ഫുൾഫിൽഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം നിങ്ങൾ ഈ ഒരു ബേർത്ത് എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, സോ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്ര കാലം തിരിഞ്ഞു നടന്നത് അത് കണ്ടുപിടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിന്റെ ഒരു പേർപ്പസ്, ലൈഫിന്റെ ഒരു ഇന്റൻഷൻ. ആൻഡ് നിങ്ങളുടെ ബേർത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ബേർത്തില്, ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് കഴിവുള്ള ആളുകളാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ള പല ലൈഫ് സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ കാർമിക് സിറ്റുവേഷൻസും എൻഡ് ആക്കാണ്. സോ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻ അത് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതായിരിക്കാം. ഓർ നിങ്ങളുടെ ലൈഫ് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓർ ചില ആളുകൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും കൈൻഡ് ഓഫ് മേജർ കാർമിക് കോൺട്രാക്ട് ഒക്കെ നിങ്ങൾ എൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ലൈഫിന്റെ ഒരു ടൈമിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യും. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് നിങ്ങളുടെ വളരെ യങ് ഏജിലെ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് നിങ്ങൾ വളരെ സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാം ആയിട്ടുള്ള ഒരു നേച്ചറിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പ്രായത്തിൽ കൂടുതൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഉൾക്കാഴ്ച, അറിവ്, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള നോളേജ് ഒക്കെ നിങ്ങൾക്ക് ഹൈലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഏത് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് വളർന്നു വരുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്ലേസിൽ നിങ്ങൾ വളരെ ലക്കി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. വളരെ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ എപ്പോഴും ഗൈഡഡ് ആണ്, നിങ്ങൾ എപ്പോഴും സെക്യൂർ ആണെന്നുള്ള ഒരു ഫീലിംഗ്സ്. എങ്ങനെ വീണാലും നമ്മൾ 4 കാലിലേ വീഴുള്ളൂ എന്ന് പറയുന്നത് പോലത്തെ ഒരു ലൈഫാണ് നിങ്ങളുടേത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, സോ നിങ്ങൾ എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടെ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സേഫ് ആണ്. കാരണം നിങ്ങൾക്ക് വേണ്ട ആൻസർ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ സെക്കൻഡ്സിൽ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത്ര ഡീപ്പ് ആയിട്ടുള്ള സെൻസ് ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേകത ഉണ്ട്. ചില ആളുകൾ വളരെ സൈക്കിക് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരു ഡിഫറെന്റ് ആംഗിളിൽ കാണാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിവുള്ള ആളുകളാണ്. എസ്പെഷ്യലി സൈക്കിക് ആയിട്ട് ഓർ സ്പിരിച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. വളരെ റെയർ ആയിട്ട് ആളുകൾ കണക്ട് ചെയ്യുന്ന ചില ജോബുകളായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടങ്ങളായിരിക്കാം, ആഗ്രഹങ്ങളായിരിക്കാം, അതുപോലത്തെ കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത. കാരണം നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു യുണീക്നെസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു ടൈം വരെ ഹൈറ്റിനോടൊക്കെ വലിയ പേടി ഉണ്ടായിരിക്കണം. പക്ഷേ ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഹൈറ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, ഉയരത്തിൽ എത്തുക അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ ആയിരിക്കാം, നിങ്ങൾ എത്തിച്ചേരുന്ന കാര്യങ്ങളായിരിക്കാം, എല്ലാം ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ എല്ലാം ഒരു പിടിക്ക് മേലെ നിൽക്കുന്ന ആളുകളാണ്. അത് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നതല്ല, നിങ്ങൾ അങ്ങനെ എത്തുന്ന ആളുകളാണ്. ഈവൻ അത് നിങ്ങൾക്ക് തോന്നുകയാണ് ചില കാര്യങ്ങൾ വൈകിയാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതുപോലെ എത്തിച്ചേരുന്ന ആളുകളാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം, സ്പേസിലൊക്കെ പോവാൻ, റോക്കറ്റിലൊക്കെ പോവാൻ മേ ബി ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നോർമലി ആളുകൾ വിമാനത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് റോക്കറ്റിൽ പോകാനായിരിക്കാം. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകൾ. ആൻഡ് ഈവൻ നിങ്ങളുടെ തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെയാണ്, ഡിഫറെന്റ് ആയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഓക്കെ, സോ ചില കാര്യത്തിനുള്ള സൊല്യൂഷൻ, ആൻസേഴ്സ് നിങ്ങൾക്ക് സ്പെഷ്യലി നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സന്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് യു ആർ എ മെസ്സഞ്ചർ. ഓക്കെ, നിങ്ങളൊരു മെസ്സഞ്ചർ ആണ്. ഓൾറൈറ്റ്, മേ ബി ആളുകൾ നിങ്ങളുടെ അടുത്ത് അഡ്വൈസ് ചോദിക്കുന്നുണ്ടായിരിക്കാം, ലൈക്ക് എ ടാരോ റീഡർ. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സൈക്കിക് കോണ്ടാക്ട് ഉണ്ടായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അത് മേ ബി കറക്റ്റ് ആയിരിക്കാം, സ്പെഷ്യലി ഫോർ അതേഴ്സ്. ഓക്കെ, മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യം, ഇതൊക്കെ നിങ്ങളുടെ ഒരു ലൈഫിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു ബേർത്തിൽ പല കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എത്ര വേഗം ആ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നോ അതിനുശേഷമുള്ള ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് എ ബോണസ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ ഒരു ലിമിറ്റ് ഉണ്ടാവുന്നില്ല. എല്ലാവർക്കും നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പവറുള്ള ആളുകളാണ്. പക്ഷേ ഓരോരുത്തരും ഓരോ ലൈഫ് സിറ്റുവേഷൻ അവരെങ്ങനെ അത് ഡീൽ ചെയ്യുന്നു എന്നുള്ളത് അടിസ്ഥാനമാക്കിയിട്ടാണ്. ഓക്കെ, സോ ചില ആളുകൾ പോകുന്ന സിറ്റുവേഷൻ മേ ബി അവര് ലൈഫ് ലോങ് പോയാലും അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോകുന്ന ആളുകളുണ്ട്.
മനസ്സിലാക്കാതെ സ്വയം ഹെൽപ്പ് ചെയ്യാതെ പോകുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ചില സിറ്റുവേഷനൊക്കെ പുറത്തേക്ക് വരണം, ചില സിറ്റുവേഷനൊക്കെ മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. എസ്പെഷ്യലി നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ, നിങ്ങൾക്ക് അങ്ങനെ ടോക്സിക് ആയിട്ട് കാർമിക് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ, അതിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു കറേജ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ആൻഡ് ഫ്രം ദെയർ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാം, അട്രാക്ട് ചെയ്യാം. എസ്പെഷ്യലി നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ഈ ഒരു ബർത്തിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. അത് മേ ബി നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമായിരിക്കാം. കംപ്ലീറ്റ്ലി എ ന്യൂ ബിഗിനിങ്, a new adventure awaits. Embrace it and live your dreams passionately. Alright. So നിങ്ങളുടെ ഈ ഒരു ബർത്തിന്റെ ഒരു മറ്റൊരു ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇത്ര കാലമായിട്ട് നിങ്ങളുടെ സോളിന് ഉണ്ടായിട്ടുള്ള ചില പേടികളായിരിക്കാം. ഓക്കെ, ലൈക്ക് ഹൈറ്റ് ഒക്കെ പേടിയുള്ളത് പോലെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയുള്ള വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം. മേ ബി വെള്ളം പേടിയുള്ള ആളുകളായിരിക്കാം, ഫയർ പേടിയുള്ള ആളുകളായിരിക്കാം. ഓക്കെ, തീ ഒക്കെ പേടിയുള്ള ആളുകളായിരിക്കാം. ഓക്കെ, ഓർ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ, ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുള്ള ആളുകളായിരിക്കാം. പക്ഷെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വലിയൊരു പേടിയായിട്ട് തോന്നുന്ന കാര്യം ഉണ്ടെങ്കിൽ അത് മസ്റ്റ് നിങ്ങൾ സ്വയം ചാലഞ്ച് ചെയ്യാം. ട്രസ്റ്റ് മീ, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതായിരിക്കും. അങ്ങനത്തെ ഒരു ചലഞ്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ്, നിങ്ങളെ ലൈഫ് കാണുന്ന രീതി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു ഫ്രീഡം നിങ്ങൾ മസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാം. നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് മെയിൻ ആയിട്ട് ഈ ഒരു ബർത്തിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യേണ്ട ചില മിഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ അവിടെ ഹെൽപ്ലെസ് ആയിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യരുത്. കാരണം ഈവൻ നിങ്ങളൊരു 16 വയസ്സാണെന്നുണ്ടെങ്കിലും ഒരു 20 വയസ്സാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പോകുന്ന ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ എൻഡ് ആക്കാൻ കേപ്പബിൾ ആണ്. ഓക്കെ, സോ ചില ആളുകൾ ഒരു 10-40 വയസ്സ് വരെയും നിങ്ങൾ ജീവിച്ചാലും മേ ബി അതേ സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. സോ സ്വയം ഹെൽപ്പ് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 3. സോ ചില ആളുകൾ വളരെ യങ് ഏജിലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതുന്ന ആളുകളായിരിക്കാം. ഓക്കെ, ബുക്സ് എഴുതുന്ന, അതായത് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഓർ സ്പിരിച്വാലിറ്റി ഓർ സെൽഫ് സോളിനെ കുറിച്ച് ഓർ നമ്മുടെ ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചായിട്ടായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ സോളിന് അത്ര നോളേജ് ഉണ്ട്, എസ്പെഷ്യലി സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, മേ ബി നിങ്ങൾ സൈക്കോളജി പഠിക്കുന്ന ആളുകളായിരിക്കാം, സൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കാം. ഓൾറൈറ്റ്, ഓർ എനർജീസ്, സ്പേസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കാം. സ്കൈ, ഗാലക്സി. ഓൾറൈറ്റ്, ഒരു എസ്പെഷ്യലി സോൾ, എങ്ങനെയാണ് സോൾ വർക്ക് ചെയ്യുന്നത് അതിനൊക്കെ പറ്റിയിട്ട് മേ ബി പാരാനോർമൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഓക്കെ, സോ ലൈക്ക് മേ ബി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ബുക്ക് എഴുതുന്നുണ്ടായിരിക്കണം, അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് ഒരുപാട് ഫെയിം കൊണ്ടുതരുന്ന കാര്യമായിരിക്കാം. ഓക്കെ, മെഡിറ്റേഷൻ, ഹീലിംഗ്. ജസ്റ്റ് ഇമാജിൻ ഒരു 20 വയസ്സുള്ള ഒരു കുട്ടി, 16 വയസ്സുള്ള ഒരു കുട്ടി വളരെ മെച്ചുവേർഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഒരുപാട് നോളേജ് അത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമ്മൾ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നതല്ല, അല്ലെ? എല്ലാ കാര്യങ്ങളും നമ്മൾ അക്കാഡമിക്കലി പഠിക്കുന്നതല്ല. ലൈഫ് നമ്മൾ എത്രമാത്രം നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നോ, അല്ലെങ്കിൽ ഓൾ ഓഫ് സഡൻ ചില ആളുകൾ ഉണ്ടാവും, വളരെ ചെറിയ കുട്ടികൾ, ആ ഒരു പ്രായത്തിൽ അവർ പറയാത്ത ചില കാര്യങ്ങളൊക്കെ പറയുന്നത്, ആ ഒരു പ്രായത്തിൽ അവർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അങ്ങനത്തെ എന്റെ ഒരു പ്രത്യേകതയുള്ള ആളുകളായിരിക്കാം നിങ്ങൾ. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ ഒരു മെച്യൂരിറ്റി നിങ്ങൾ കാണിക്കുന്നുണ്ട്. അത് എസ്പെഷ്യലി നിങ്ങളുടെ ഒരു സോളിന്റെ നോളേജ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് അറിവുള്ള ആളുകളായിരിക്കാം. പല ഫീൽഡില്, പല സിറ്റുവേഷനില്, പല കാര്യത്തില്, പല സ്കില്ലില് നിങ്ങൾ അറിവുള്ള ആളുകളായിരിക്കാം. നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒന്നും അത് റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല, ബിക്കോസ് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള നോളേജ് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, the hidden truths about you. Alright, എസ്പെഷ്യലി നിങ്ങൾ സ്കൈ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, ആകാശം, നക്ഷത്രം, സ്പേസ്, ഗാലക്സി, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പഠിക്കുന്ന ആളുകളായിരിക്കാം. ഓർ മേ ബി നിങ്ങൾ എയർ ഹോസ്റ്റസ് ആയിരിക്കാം, ഫ്ലൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. കാരണം നിങ്ങൾക്ക് ഹൈറ്റ് വേണം. ഓക്കെ, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ക്രേവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓർ ഫ്ലൈറ്റ് ഓടിക്കുന്ന ആളായിരിക്കാം,
പൈലറ്റ് അതിന്റെ ഒരു മെക്കാനിസം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും അത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രീംസ് ഉള്ള ആളുകളായിരിക്കാം. സ്പെഷ്യലി നിങ്ങൾക്ക് വളരെ റെയർ ആയിട്ട് ആളുകൾ കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട് സോൺ, ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഓർ നിങ്ങളുടെ ഒരു ജേർണിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളായിരിക്കണം എന്നില്ല, പക്ഷെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില ആളുകൾ നിങ്ങളുടെ അതേ വിഷനുള്ള ആളുകൾ, അതെ ആക്ച്വലി നിങ്ങളുടെ ഡ്രീമിലേക്ക് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നൈറ്റ് നിങ്ങളുടെ ഒരു എനർജി ആയിരിക്കാം, നൈറ്റിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ നൈറ്റ് ഓർ ലൈറ്റ്. ഓക്കെ, ലൈറ്റ്, നൈറ്റ്, ഈവൻ സൺലൈറ്റ്. ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, ഓർ അത് നിങ്ങളുടെ എനർജിയാണ്. ഗ്രൂപ്പ് നമ്പർ 3, കമോൺ. ഗ്രൂപ്പ് നമ്പർ 3, യു ആർ എ സൈക്കിക് ഓർ യു ആർ എ സ്പിരിച്വൽ പേഴ്സൺ. നിങ്ങൾ വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളായിരിക്കാം. മേ ബി നിങ്ങളുടെ സോൾ ചൂസ് ചെയ്യുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ സിംഗിൾ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് അങ്ങനെ നോർമൽ ആളുകളുടെ എനർജി, നോർമൽ ആളുകളായിട്ട് നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകളാണ്. നിങ്ങൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടച്ച്, നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ വേർഡ്സ്, നിങ്ങളുടെ ഒരു നോട്ടം മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പെഷ്യലി നിങ്ങളുടെ ഒരു പ്രസൻസ് മതി ചില ആളുകൾക്ക് സിറ്റുവേഷൻസ് ഹീൽ ആവാൻ. ഓക്കെ, അവരുടെ ഒരു ഈവൻ ഹെൽത്ത് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, മേ ബി നിങ്ങളൊരു ഡോക്ടർ ആയിരിക്കാം. ഇതൊക്കെ നിങ്ങൾ ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും, ഡിഫറെന്റ് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സ്പെഷ്യൽ സ്കിൽ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അത് നൈറ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. മേ ബി നിങ്ങൾ നൈറ്റിലായിരിക്കാം കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. രാവിലത്തെക്കാൾ കൂടുതൽ നൈറ്റിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജിയിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കാം. ഓക്കെ, സോ നിങ്ങൾ നല്ലൊരു മെഡിറ്റേറ്റർ ആയിരിക്കാം. ഓക്കെ, നല്ലൊരു ഇൻസ്ട്രക്ടർ ആണ്, നല്ലൊരു ട്രെയിനർ, കോച്ച്, ടീച്ചർ, ഡോക്ടർ. ഓക്കെ, ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് വളരെ റെയർ ആയിട്ടുള്ള എന്തെങ്കിലും സൈക്കിക് എബിലിറ്റി ഉണ്ടായിരിക്കാം. ഓക്കെ, പോയ്സൺ. മേ ബി ചില ആളുകൾക്ക് ആക്ച്വലി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓർ മേ ബി ചില കാര്യങ്ങൾ, സ്പെഷ്യലി മേ ബി നിങ്ങൾ ഡോക്ടർ ആയിരിക്കാം. ഓക്കെ, സോ ശരീരത്തിൽ എന്തെങ്കിലും പോയ്സൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും പാരമ്പര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് സ്നേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, ഓർ സ്നേക്കിന്റെ എനർജി, ഓർ സ്നേക്കിന്റെ പ്രൊട്ടക്ഷൻ, ഓർ മേ ബി നിങ്ങൾ അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു സ്കില്ലാണ്, അത് നിങ്ങളുടെ ഒരു എബിലിറ്റി, നിങ്ങളുടെ ഒരു സൈക്കിക് പവർ. ഓൾറൈറ്റ്, അല്ലെങ്കിൽ ഗോഡ് ശിവ നിങ്ങളുടെ ഒരു മെന്റർ ആയിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ സൈക്കിക്കലി ചില കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, സൈക്കിക്കലി നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ്. ഓക്കെ, സോ ഒരുപാട് ശിവഭക്തിയുള്ള ആളുകളായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ കണക്റ്റഡ് ആണ്. ഓൾറൈറ്റ്, സോ അതിന്റെ എന്തെങ്കിലും സൈൻ കാണിക്കുന്ന എന്തെങ്കിലും കാര്യം, അതിന്റെ എന്തെങ്കിലും അടയാളം കാണിക്കുന്ന കാര്യം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഡാർക്ക് ബ്ലൂ മാർക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ ആയിരിക്കാം, നിങ്ങളുടെ ഒരു ഫേവറേറ്റ് കളർ ആയിരിക്കാം. ഓക്കെ, ഓർ മേ ബി നിങ്ങളുടെ ശരീരത്തിലെ മാർക്ക്, നിങ്ങളുടെ സ്കിൻ, മേ ബി നിങ്ങളുടെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ടായിരിക്കണം, ഓർ നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം. ഓക്കെ, സോ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആക്ച്വലി അത് നിങ്ങൾക്കൊരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും യു ക്യാൻ ആക്ച്വലി ചേഞ്ച് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്കതിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഇടുന്ന ഡ്രസ്. ഓക്കെ, നിങ്ങളുടെ വസ്ത്രധാരണം, മേ ബി ആളുകൾക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല, ബട്ട് നിങ്ങൾ ആക്ച്വലി കംഫർട്ടബിൾ ആണ്. ഓക്കെ, നിങ്ങൾ ഇടുന്ന ഡ്രസ്, നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ, മേ ബി നിങ്ങൾ ഇപ്പൊ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഡിഫറെന്റ് സ്റ്റൈൽ ഉണ്ട്. ഓക്കെ, ഇഫ് യു ആർ കംഫർട്ടബിൾ ഡു ദാറ്റ്. ഓക്കെ, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, നിങ്ങളുടെ കാരണം നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആംഗിൾ ചിന്തിക്കുന്ന ആളുകളാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളുകളാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മേ ബി നിങ്ങൾ ഒട്ടും കെയർ ചെയ്യുന്നുണ്ടാവില്ല. ചില ആളുകൾ അങ്ങനെയാണ്, നിങ്ങളുടെ ശരീരം ഒന്നും കെയർ ചെയ്യുന്നുണ്ടാവില്ല. ലൈക്ക്
യോഗിയൊക്കെ പോലെ. ഓക്കെ, എനിക്കറിയില്ല എക്സാക്ട്ലി അതിന്റെ വാക്ക് എന്താന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആവാൻ മേ ബി ഇഷ്ടമുണ്ടായിരിക്കാം. ഓക്കെ, ചില ആളുകൾക്ക് ഐ എം ഹിയറിംഗ് ലൈക്ക് സദ്ഗുരു, മേ ബി യു ആർ എ ഫാൻ ഓഫ് സദ്ഗുരു, ഓർ നിങ്ങൾ അങ്ങനെയൊക്കെ ആവേണ്ട മേ ബി ആളായിരിക്കാം. ഓക്കെ, ലൈക്ക് സദ്ഗുരു. ഓക്കെ, group number 3, the hidden truths about you, group number 3. So come on, group number 3, നിങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ഫെയിം ലൈഫിൽ അട്രാക്ട് ചെയ്യുന്ന ആളാണ്. ഓക്കെ, കാരണം നിങ്ങളുടെ ഒരു സർവീസ്, നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങളുടെ ഒരു ജോബ് എന്ന് പറയുന്നത് നിങ്ങളുടെ സർവീസ് ആണ്. ഓക്കെ, കാരണം നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഒരു ആ ഒരു ഹിഡൻ ടാലന്റ് എന്താന്നുള്ളത് ഈ ഒരു ബർത്തിൽ നിങ്ങൾ കണക്ട് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങളുടെ ഒരു പേർപ്പസ് എന്താന്നുള്ളത് അത് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു സർവീസ് ആണ്, ടു കണക്ട് വിത്ത് പീപ്പിൾ. ഓക്കെ, ആളുകളിലേക്ക് ഇറങ്ങിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഒരുപാട് അട്രാക്ഷൻ, ഫെയിം നിങ്ങൾക്ക് കൊണ്ടുതരിക. നിങ്ങൾ വളരെ ഫെയിം ആവും, നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാവുന്നതാണ്. ഓക്കെ, അത് എസ്പെഷ്യലി നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങൾ നല്ലൊരു എന്റർടൈനർ ആണ്. ഇതൊക്കെ നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ചില ആളുകൾ നിങ്ങൾ വളരെ യങ് ഏജിലെ നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഇന്റൻഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് ആക്ച്വലി ആളുകൾ അസൂയോടൊക്കെ മേ ബി കാണുന്നുണ്ടായിരിക്കണം. കാരണം നിങ്ങൾ എങ്ങനെ വന്നാലും നിങ്ങൾ 4 കാലിലേ വീഴുള്ളൂ. നിങ്ങൾ സേഫ് ആണ്. ഓക്കെ, നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ലക്കി സിറ്റുവേഷൻ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ലക്കിയാണ്. ആളുകൾ നിങ്ങൾക്ക് പറയായിരിക്കും നിങ്ങൾ എപ്പോഴും ലക്കാണെന്നുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഹിഡൻ ട്രൂത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾ സേഫ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഹോം ഉണ്ടാവും. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സിംഗിൾ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഒറ്റയ്ക്കാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് ഒരു ടൈമിൽ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ, അവിടെ നിങ്ങൾക്ക് നിങ്ങളായിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലോ ഫാമിലിയിലോ നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഫോർ ഷുവർ. നിങ്ങൾ അത് എൻഡ് ആക്കുന്നുണ്ട്, ഒരു പാറ്റേൺ നിങ്ങൾ എൻഡ് ആക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെ എൻഡ് ആക്കുന്ന ആളുകൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹോം ഫീലിങ്സ് തോന്നുന്ന ഒരു സിറ്റുവേഷനിലേക്ക്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഒരു ബർത്തിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിൽക്കുക എന്നുള്ളതാണ്. ആ ഒരു കാഴ്ച, അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നല്ലൊരു അമ്മയായിരിക്കാം, നല്ലൊരു പാരന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ഉണ്ടാക്കിയെടുക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഭാഗ്യമുള്ള ആളുകളാണ്. ഓക്കെ, നിങ്ങളുടെ ഫാമിലി വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു സമയത്ത് സ്മൂത്ത് ആയിട്ടല്ല പോകുന്നത്, നിങ്ങൾക്ക് ചില ആക്ഷൻസ് എടുക്കണം, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്ലേസിൽ നിൽക്കണ്ട, നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല വേണ്ടത്, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മാറ്റം വരാത്ത ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എൻഡ് ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. ചില ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുക്കുന്ന സമയത്ത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു പ്ലേസ് നിങ്ങൾക്ക് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എല്ലാം റൈറ്റ് പ്ലേസിൽ. കാരണം ഈ ഒരു ബർത്തിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ഒരു ഹോം. ഓക്കെ, സോ ഒരു ജീവിതത്തിന്റെ ഒരു ടൈമിലായിരിക്കും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് സ്ട്രോങ് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫ് എല്ലാം ഓക്കെ ആയിട്ടായിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ഡീപ്പായിട്ട് നിങ്ങളെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ജോബ് ചെയ്യുന്ന ആളായിരിക്കാം. ഓക്കെ, നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കത് വലിയ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജോബ് ആണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കും. ബട്ട് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങളുടെ എക്സാക്ട്ലി നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത്, നിങ്ങളുടെ സർവീസ് എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേർപ്പസ് എന്താണോ, അതിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാണ് ചെയ്യുക. ലൈക്ക് സഡൻ സ്വിച്ച് ചെയ്യുന്നത് പോലെ. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ചേഞ്ചസ് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ചില ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ അത്ര കാലം പോയിട്ടുള്ള ചില ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അതിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൾച്ചറിന്ന്, അങ്ങനത്തെ ഒരു വിശ്വാസത്തിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക്, ഈവൻ നിങ്ങൾക്ക് അത് എത്ര വേദനിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വിശ്വാസത്തിന്ന്, ആ ഒരു കൾച്ചറിന്ന്, ആ ഒരു പാറ്റേണിന് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഓക്കെ, കാരണം ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഏതെങ്കിലും ഒരു ഏജിൽ, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആ ഒരു സഡൻ സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതൊരു ഇമോഷണൽ ലോസ് ആണ്.
ഓക്കെ. പക്ഷെ നിങ്ങൾ അത് ലീഡ് ചെയ്യുന്നത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു സെൽഫ് എസ്റ്റീം കൂടുതൽ കണക്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാവാൻ കാരണം നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ സോളിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഓത്തന്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ലൈഫിലെ ചില നഷ്ടങ്ങൾ, ഇമോഷണൽ ആയിട്ടുള്ള ചില വേർപിരിയൽ, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻ, ഓർ മേ ബി കാർമിക് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ കാണുന്ന കാര്യമായിരിക്കാം. അത് ഈവൻ ചില ആളുകൾക്ക് നിങ്ങളുടെ പല പല ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, ഹെൽത്ത് സിറ്റുവേഷൻ ആയിരിക്കാം, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓൾറൈറ്റ്, അത് വിട്ടുകളയാൻ ഉള്ള ഒരു കറേജ്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുള്ള ഒരു കറേജ് മസ്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങൾ അത് മസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് സി, ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓൾഡ് ഐഡന്റിറ്റി നിങ്ങൾ മസ്റ്റായിട്ട് കളഞ്ഞാലേ നിങ്ങൾ പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുള്ളത്. നിങ്ങളുടെ ലൈഫിലൊരു ഹിഡൻ ട്രൂത്ത് ആണ്, മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു ടൈം വരെ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ചില മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചില കാര്യത്തിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വളരെ സെക്യൂർ ആയിട്ട്, സേഫ്, സെക്യൂർ. ആൻഡ് അഗെയിൻ സി, നിങ്ങൾ ലാൻഡ് ചെയ്യുന്നുണ്ട് റൈറ്റ് പ്ലേസിലേക്ക്. നിങ്ങൾക്ക് എവിടെയാണ് സേഫ് ആയിട്ട്, ഓർ നിങ്ങളുടെ സോൾ എന്താണ് ഇത്ര കാലമായിട്ട് അന്വേഷിച്ച് നടന്നിട്ടുള്ളത്, ആരൊക്കെയാണ് അന്വേഷിച്ച് നടന്നിട്ടുള്ളത്, അതിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാണ്. ആ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു യൂണിയൻ ആ ഒരു ലൈഫ് സിറ്റുവേഷനിൽ സംഭവിക്കുന്നുണ്ട്, മനസ്സിലാക്കുക. ഓക്കെ, നല്ലൊരു ഫാമിലി, അല്ലെങ്കിൽ ചില ആളുകളുടെ യൂണിയൻ, ചില ആളുകളായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് റിലേഷൻഷിപ്പ്. പക്ഷെ വളരെ നല്ല യൂണിയൻസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ റൈറ്റ് ആണെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. ഫൊർഗെറ്റ് ഇറ്റ്. അത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഓക്കെ, കാരണം ചിലത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നഷ്ടമാണ്. മേ ബി നിങ്ങൾ വിചാരിക്കുന്ന കാര്യമായിരിക്കില്ല നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ ഇതുപോലത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ, ഇതുപോലത്തെ എന്തെങ്കിലും കാര്യത്തിലാണ്, ആളുകളിലാണ് നിങ്ങൾ കണക്ട് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മുന്നോട്ട് വരിക. ഓക്കെ, ചിലത് നഷ്ടങ്ങളായിട്ട് തന്നെ നിങ്ങൾ കാണാം. കാരണം നിങ്ങൾ ഒരു റൈറ്റ് പ്ലേസിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആക്ച്വലി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, റൈറ്റ് ആയിട്ടാണ് ചില കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ളത്, എല്ലാം റൈറ്റ് പ്ലേസിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ആക്ച്വലി ഒറ്റയ്ക്കുള്ള ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങളുടെ ഗോഡ്. ഓക്കെ, മേ ബി ഗോഡ് ശിവ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗോഡാണ്. നിങ്ങൾ ഏത് റിലീജിയൻ ആണെന്നുണ്ടെങ്കിലും, ഓക്കെ, ഏത് വിശ്വാസത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സോൾ ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ആൻസിസ്റ്റർ, നിങ്ങളുടെ ലൈഫിന്റെ ഒരു നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഒരു ഓൾഡ് ജനറേഷനിലെ ആളുകളുടെ ചില സിറ്റുവേഷൻസ് കൂടെ നിങ്ങൾ റിലീസ് ചെയ്യാണ്. ഓക്കെ, ചില ആളുകൾ ഉണ്ടായിരിക്കണം ഇപ്പോഴും ആ ഒരു സോളിന് ആ ഒരു ഫുൾഫിൽമെന്റ് ഇല്ലാത്ത ചില ആളുകൾ, നിങ്ങളുടെ ഫാമിലി എന്നുള്ള ചില ആളുകൾ, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, ആൻഡ് ത്രൂ ദം ആൻഡ് ത്രൂ യു നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഓക്കെ, അവരുടെ ഒരു സോളിന് ആക്ച്വലി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാണ്. അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പേർപ്പസ് ആണ്. ഓക്കെ, മേ ബി അവർ ചെയ്തിട്ടുള്ള പല മിസ്റ്റേക്സ് നിങ്ങളിൽ കൂടെ നിങ്ങൾ എൻഡ് ആക്കുകയാണ്. കാരണം നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഫാമിലിയിൽ എത്ര കാലമായിട്ട് ചിന്തിച്ചിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത് പോലെയല്ല നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും. ഓക്കെ, സോ അവരുടെ ഒരു മിസ്റ്റേക്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു എൻറ്റയർ ഫാമിലിനെ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഹിഡൻ ട്രൂത്ത്സ് ആണ്. ഇറ്റ്സ് എ ട്രൂത്ത്. ഓക്കെ, അഗെയിൻ നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള പവർ, സൈക്കിക് പവർ ഒക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 3. ഓൾറൈറ്റ്, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.